അങ്ങനെ നമ്മുടെ റമളാൻ മാസമായില്ലേ, ഞങ്ങൾക്കിവിടെ ഇന്നലെയായിരുന്നു ഫസ്റ്റ് നോമ്പ്, നാട്ടിലൊക്കെ ഇന്നാണല്ലേ. അപ്പോൾ ഞങ്ങളുടെ ചെറിയൊരു ഇഫ്താറും അറബിയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് ഫുഡും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതൊന്ന് കണ്ടാലോ. അപ്പോൾ നമ്മൾ ആദ്യം വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തുകൊണ്ട് തന്നെ പരിപാടികളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹെൽപ്പറും സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന പാടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അവൻ ഇതെല്ലാം കൂടി കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഞാൻ കറിക്കും കഞ്ഞിക്കും കൊണ്ട് വേണ്ടിയിട്ടുള്ള തേങ്ങ ചിരക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ടിക്ക് അടിക്കുമ്പോൾ വെജിറ്റബിൾസ് എല്ലാം കട്ടായി വരത്തില്ലേ. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, പക്ഷേ അമ്പേ പരാജയമായിരുന്നു. പക്ഷെ തോക്കാൻ തയ്യാറായിരുന്നില്ല. അടുത്ത സ്നാക്സിൻ്റെ പരിപാടിയിൽ നോക്കാം, അപ്പോൾ അതിൽ ശരിയാവുമോ നോക്കാം. വീണ്ടും ചീറ്റിപ്പോയി, സാരമില്ല, ഇനിയിപ്പോൾ നാളെ ശരിയാക്കാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ നോമ്പായതുകൊണ്ട് തന്നെ 2 സ്നാക്സ് ഉണ്ടാക്കായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതിൻ്റെ കൂടെ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഇഫ്താർ ഡ്രിങ്കും. അപ്പോൾ ഫസ്റ്റ് ഐറ്റം കട്ട്ലറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചിക്കനും ഉരുളക്കിഴങ്ങും പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ മസാലയൊക്കെ റെഡിയായി വന്ന സമയത്ത് ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. അങ്ങനെ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് മോനും നോമ്പുണ്ടായിരുന്നു. അങ്ങനെ ഓരോ ഗ്യാപ്പിലും അവൻ ടൈം നോക്കുന്നുണ്ട്, നോമ്പ് മുറിക്കാറായോ എന്നറിയാൻ. അപ്പോൾ ആ ടൈമിൽ തന്നെ അടുത്ത അടുപ്പിൽ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പോളയ്ക്ക് വേണ്ടിയിട്ടായിരുന്നേ. അങ്ങനെ ചിക്കൻ റെഡിയായി വരുന്ന സമയം കൊണ്ട് പോളയുടെ ഫില്ലിങ്സിനുള്ള സവാളയും കാര്യങ്ങളും എല്ലാം വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫ്രൈ ചെയ്ത ചിക്കനും കൂടി അതിനകത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയപ്പോൾ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല, എൻ്റെ നോമ്പ് പോകുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹെൽപ്പർ കിച്ചണിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഇതൊക്കെ മിക്സ് ചെയ്തത് ഞാനാണ്. അപ്പോൾ ഇനി അടുത്ത പരിപാടി പോളയ്ക്ക് വേണ്ടിയിട്ടുള്ള ബാറ്ററി റെഡിയാക്കി എടുക്കലാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പാനിലല്ല, ഇതുപോലത്തെ സിലിക്കൺ മോൾഡിലാണ് ഈ പോള റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും. അങ്ങനെ അതവിടെ വേഗം വെച്ചിട്ട് ഞാൻ കട്ട്ലറ്റിൻ്റെ ബാക്കി പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഹെൽപ്പർ കറങ്ങി തിരിഞ്ഞ് വീണ്ടും കിച്ചണിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അവൻ അതിൽ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം എല്ലാ കട്ട്ലറ്റും നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ പോളയും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതെല്ലാം കൂടി ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ. അങ്ങനെ ഞാനും മോനും കൂടി ഇവിടെ സ്നാക്സിൻ്റെ പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വാപ്പയും മോളും കൂടി ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ എല്ലാവരും ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ അടുത്ത പരിപാടിയിലേക്ക് പോയിട്ടുണ്ട്. അടുത്തത് കഞ്ഞിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് കഞ്ഞി, മഞ്ഞക്കഞ്ഞിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും അരപ്പും കൂടി ഒഴിച്ച് മഞ്ഞക്കഞ്ഞി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാപ്പിക്ക് അപ്പവും വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് അരപ്പും കൂടി ഒഴിച്ച് കുറുമയും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് മല്ലിയില ഇടാൻ മറന്നുപോയത്. അങ്ങനെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കുറുമ സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇനി അടുത്ത പരിപാടി അപ്പം ചുടലാണ്. അപ്പോൾ കുറുമയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പവും കൂടി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അറബിയുടെ വീട്ടിൽ നിന്ന് ഫുഡും ഉണ്ട്, ഞങ്ങൾ സ്നാക്സും കൂടി ഉണ്ടാക്കിയതുകൊണ്ട് അപ്പം ഞാൻ കുറച്ച് മാത്രമേ ചുട്ടിട്ടുള്ളേ. അപ്പോൾ ഇവിടെ നേരത്തെ ബാങ്ക് കേൾക്കും, 5:30ക്കാണ് ബാങ്ക് കേൾക്കുന്നത്. അപ്പോൾ ഇതും കൂടി ആയപ്പോൾ ഏകദേശം ബാങ്ക് കേൾക്കാറായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒരു സ്പീഡിലായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി നമ്മുടെ സ്പെഷ്യൽ ഇഫ്താർ ഡ്രിങ്ക് ആണ്. അപ്പോൾ ഇന്ന് മോനും കൂടി നോമ്പുണ്ടായിരുന്നത് കൊണ്ട് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മൾ ഐസ്ക്രീം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഐസ്ക്രീമും പാലും ഏലക്കയും പഞ്ചസാരയും കൂടി മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്രയായപ്പോൾ നമ്മുടെ അറബി വീട്ടിൽ നിന്ന് ഫുഡ് എത്തിയിട്ടുണ്ട്. അവസാനം എല്ലാം കൂടി ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു, കാരണം ബാങ്ക് കേൾക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സും നമ്മളുണ്ടാക്കിയ സ്നാക്സും അറബിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സും എല്ലാം കൂടി നമ്മൾ പെട്ടെന്നാണ് സെറ്റ് ചെയ്ത് വെച്ചത്. കാര്യം കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ സാധാരണ നമ്മുടെ ഇവിടുത്തെ ഇഫ്താർ 3 സ്റ്റെപ്പായിട്ടാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് സ്റ്റേജാണ് ഇത്, ജ്യൂസും പിന്നെ കുറച്ച് സ്നാക്സും. അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് ഉണ്ട്, പിന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സമൂസയുണ്ട്, പിന്നെ ഇത് നമ്മുടെ ലുക്കൈമത്താണ്. അവർ കൊണ്ടുവരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം ഇതാണ്. പിന്നെ വെർമിസെല്ലി ഉണ്ടൊരു സ്നാക്സ് ഉണ്ട്, ബെലാലീത്ത് അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. പിന്നെ ചിക്കനും കുറച്ച് സാധനങ്ങളും കൂടി വെച്ചിട്ടുണ്ട്. ഒരു സാൻഡ്വിച്ച് പോലൊരു സംഭവം ഉണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ പോള ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് നാരങ്ങകളും. ഇതെല്ലാം നോമ്പിന് ഇവിടെ മസ്റ്റായിട്ട് കാണുന്ന സംഭവമാണ്. പിന്നെ ഇതല്ലാതെ ഷോർബയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മളിത് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ നോമ്പ് പൊരിക്കാൻ ഫാത്തിക്കുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ ആവേശത്തിൽ ഞാൻ ഇതെല്ലാം കഴിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്രയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പ്രെയർ ടൈമും കാര്യങ്ങളും കഴിഞ്ഞ് നല്ലൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ സെക്കൻഡ് റൗണ്ട് ഇതാണ്, കഞ്ഞിയും ഷോർബയും ആണ്. ഷോർബ അറബിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. പിന്നെ നമ്മുടെ നോമ്പ് കഞ്ഞി. ഷോർബയുടെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കഞ്ഞിയാണേ, ഞാൻ കുടിക്കുന്നത് കഞ്ഞിയാണേ. അപ്പോഴേക്കും ഒരുവിധമായിട്ടുണ്ടാവും. പിന്നെ അവസാനത്തെ റൗണ്ടാണ് നമ്മുടെ കാപ്പി കുടിക്കൽ. നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് കഴിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. മാക്സും കഞ്ഞി എല്ലാം കൂടി ഹെവി ആയതുകൊണ്ട് അപ്പം കുറച്ച് ലൈറ്റ് ആക്കിയിട്ടുണ്ട്, ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അപ്പവും കുറുമയും കഴിച്ച് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ താങ്ക്